ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയും കൈവിട്ട് കളയരുത്. കാരണം ദൈവസാന്നിധ്യം മാറുന്നില്ല. പ്രശ്നം വരുമ്പോൾ പ്രശ്നമുണ്ട്, സാന്നിധ്യം മാറുന്നില്ല. പ്രതിസന്ധിയുണ്ട്, സാന്നിധ്യം മാറുന്നില്ല. രോഗമുണ്ട്, സാന്നിധ്യം മാറുന്നില്ല. അത് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം സഭയുണ്ടോ? പത്രോസേ, നീ രക്ഷപ്പെട്ടു. നിനക്ക് വേണ്ടി തടവിൽ ദൂതനെ ഇറക്കിയത് നിന്റെ മിടുക്കല്ല, സഭയുടെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥനയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഭാര്യ നിനക്കുണ്ടോ? പ്രാർത്ഥിക്കുന്ന തലമുറകൾ നിനക്കുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഭർത്താവ് നിനക്കുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം സഭാജനം നിനക്കുണ്ടോ? നീ ധൈര്യമായിരിക്കുക. ദൈവത്തിന്റെ പദ്ധതി മാത്രമേ ചലിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പദ്ധതിയെ ചലിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ആ പ്രാർത്ഥനയുടെ മറുപടി കാണുമ്പോഴാണ്, ആ പ്രാർത്ഥനയുടെ റിസൾട്ട് കാണുമ്പോഴാണ്. നമ്മൾ 1 ഫോൺ വിളിച്ചു, കിട്ടിയില്ല. 2 ഫോൺ വിളിച്ചു, കിട്ടിയില്ല. 3 ഫോൺ, ഇനി വിളിക്കുന്നില്ല, ഇപ്പൊ വിളിക്കുന്നില്ല. 3 പ്രാവശ്യം ഒരാളെ വിളിച്ചിട്ടും കിട്ടില്ല. അന്ന് ഇപ്പൊ വിളിക്കണം, വൈകുന്നേരം വിളിക്കാന്നേ. പ്രാർത്ഥനയും ഇതുപോലെ തന്നെയാണ്. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3 പോസ്റ്റ് 4 നടക്കുന്നില്ല. പ്രാർത്ഥനയുടെ മറുപടിയുടെ സമയമായി. നിന്റെ പ്രാർത്ഥന തോറ്റ ചരിത്രമില്ല. പ്രാർത്ഥനയുടെ ശക്തി ക്ഷയിച്ച ചരിത്രമില്ല. പ്രാർത്ഥന തോറ്റു പോകയില്ല. പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടന്നപ്പോ ഒത്തിരി മിസൈലുകളും ഒത്തിരി ഡ്രോണുകളും, ചൈനീസ് നിർമ്മിതമായ ഡ്രോണുകളൊക്കെ വെറുതെ വയലിൽ പിള്ളേര് കളിപ്പാട്ടം പോലെയായി, ആക്രി പോലെയായി. ഹല്ലേലൂയ. ഡ്രോണുകളും മിസൈലുകളും ഒക്കെ നിർവീര്യമായി ഒന്നും ഗുണമില്ലാതെ പോയേക്കാം. അതിനേക്കാൾ ശക്തിയായതാണ് നിന്റെ പ്രാർത്ഥന. അതിനേക്കാൾ ശക്തി. പ്രാർത്ഥന എന്തുകൊണ്ടാണ് ശക്തിയായത്? എന്തുകൊണ്ടാ പ്രാർത്ഥന ശക്തിയായത്? മൂർച്ചയേറിയ വാക്കുകൾ ഉള്ളത് കൊണ്ടോ? സാഹിത്യമുള്ളത് കൊണ്ടോ? ഇംഗ്ലീഷും മലയാളവും സംസ്കൃതവും ഹിന്ദിയും ഉള്ളത് കൊണ്ടോ? അല്ല കേട്ടോ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമുള്ളത് കൊണ്ട്, പ്രാർത്ഥനയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സൃഷ്ടാവുള്ളത് കൊണ്ട്. നമ്മുടെ പ്രാർത്ഥന എന്തുകൊണ്ട് അതിന് ബലമുള്ളത്? എന്തുകൊണ്ട് അത് തീയായി മാറുന്നത്? എന്തുകൊണ്ട് അത് ശക്തിയായി മാറുന്നത്? കേൾക്കാൻ ഒരുവനുണ്ട്, പ്രവർത്തിക്കാൻ ഒരുവനുണ്ട്. അവൻ ആകാശം നിറഞ്ഞിരിക്കുന്ന ദൈവമാ, സ്വർഗാദി സ്വർഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന ദൈവമാ. ഇന്ന് പകൽ സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന നമ്മുടെ നടുവിൽ വിളിച്ചു ഈ പറയുന്ന എന്തിനെന്നോ? നമ്മുടെ പ്രാർത്ഥനയുടെ മൂർച്ച കുറയേണ്ട കാര്യമില്ല, പ്രാർത്ഥന നിർത്തേണ്ട കാര്യമില്ല. പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ കയ്യിൽ ദൈവം തരും.